بسم الله الرحمن الرحيم. وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا فستعلمون من أصحاب الصراط السوي ومن اهتدى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1024 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 133 മുതൽ 135 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا فستعلمون من أصحاب الصراط السوي ومن اهتدى. صدق الله العظيم. സൂറത്ത് ത്വാഹയിലെ അവസാനത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 133 മുതൽ 135 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യനിഷേധികളുടെ പക്ഷത്തുള്ള പലരുടെയും കാര്യത്തില് അവര് വളരെയേറെ ജീവിതത്തിന്റെ പുളപ്പ് കാണിക്കാൻ കഴിയുന്നവരാണ് എന്നത്, അത്തരം കാഴ്ചകൾ കണ്ടുകൊണ്ട് അതിൽ മനോവിഷമം ഉള്ളവനായി മാറരുത്, അത്തരം കാഴ്ചകളിലേക്ക് ദൃഷ്ടികളെ അയക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയത് നമ്മൾ കാണുകയുണ്ടായി. ജീവിതത്തിന്റെ വർണ്ണശബളമായ പല നേട്ടങ്ങളും അവർക്ക് സാധിച്ചിട്ടുള്ളത് നാം അവർക്ക് അത്തരം ചില വിഭവങ്ങള് നൽകിയിട്ടുള്ളത് അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ താങ്കൾക്കും കൂടെയുള്ളവർക്കും ഏറ്റവും ഉത്കൃഷ്ടമായത് താങ്കളുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിഭവങ്ങളാണ്. അതാണ് നിലനിൽക്കുന്ന ആഖിറത്തിലേക്ക് വരെ ഗുണഫലങ്ങൾ നീണ്ടുപോകുന്ന വിഭവങ്ങൾ. വിഭവശൂന്യത അനുഭവപ്പെടുമ്പോഴും നിഷേധികളുടെ പക്ഷത്തുള്ള പലർക്കും ധാരാളമായി വിഭവങ്ങൾ നൽകപ്പെട്ടത് കാണുമ്പോഴും ഒക്കെ തന്നെ മനസ്സിന് ഏറ്റവും ഏറെ ആശ്വാസം പകരുന്ന വിധത്തില്, മനസ്സിനെ കുളിരണിയിക്കുന്ന വിധത്തിലുള്ള ഒരു സാന്ത്വനം, ഒരു അനുഭവം, അതാണ്
അള്ളാഹുവുമായി നിർവഹിക്കപ്പെടുന്ന ഭാഷണത്തിന്റെ ആ മുനാജാത്തിന്റെ അനുഭവമായ സ്വലാത്ത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. സ്വന്തം കുടുംബത്തോട് നമസ്കാരം നിർവഹിക്കുന്നതിൽ വ്യാപൃതരാവാൻ നിർദ്ദേശിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെയും നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ സ്ഥിരചിത്തതയോടുകൂടി നിലകൊള്ളാൻ നിർദ്ദേശിക്കുകയാണ് അള്ളാഹു തുടർന്ന്. നമുക്കുള്ള ഒരു വിഭവം എന്നുള്ള നിലക്ക് നിങ്ങളോട് ആവശ്യപ്പെടുകയല്ല, നിങ്ങളുടെ തന്നെ പ്രയോജനത്തിന് വേണ്ടി നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമാണത്. തഖ്വയാണ് ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാക്കുന്ന കാര്യം എന്നുകൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ട്. അതിനുശേഷം മക്കയിലെ സത്യനിഷേധികളുടെ ഒരു സംസാരത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ അള്ളാഹു കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളുടെ തുടക്കത്തിൽ പറയുന്ന കാര്യം അതാണ്. വഖാലു, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ലൗലാ യഅ്തീനാ ബിആയത്തിൻ മിർ റബ്ബി, എന്തുകൊണ്ടാണ് ഇയാൾ തന്റെ നാഥന്റെ അടുക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തം നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരാത്തത്? താൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അവകാശപ്പെടുന്ന ഇയാൾ എന്തുകൊണ്ടാണ് അതിനുള്ള തെളിവായിക്കൊണ്ടുള്ള ആയാത്തുകൾ അവന്റെ അടുക്കൽ നിന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് അവര് പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം അവകാശപ്പെട്ട കാര്യം, താൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന ആ സംഗതി, അത് തെളിയിക്കുന്ന വിധത്തിൽ അതിന് പിൻബലമായിക്കൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം ആയാത്തുകൾ കൊണ്ടുവരുന്നില്ല തന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള? ഇതാണ് നിഷേധികൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹു അതിന് മറുപടി എന്നോണം ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അവലം തഅ്തിഹിം ബയ്യിനതു മാ ഫി സുഹഫിൽ ഊല, അവർക്ക് പൂർവിക വേദങ്ങളിൽ അടങ്ങിയിട്ടുള്ള ബയ്യിനത്ത് വന്നു കിട്ടിയിട്ടില്ലേ? ഇവർക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ തന്നെ പൂർവിക വേദങ്ങളിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന മനുഷ്യ സമൂഹത്തിന് ഏറ്റവുമേറെ മാർഗദർശകമായി മാറുന്ന വിധത്തിലുള്ള ശക്തമായ ആശയങ്ങൾ പൂർവിക വേദങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട പലതും, അതൊക്കെ തന്നെ ഇവരുടെ മുന്നിൽ ബയ്യിനത്തായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ആദം അലൈഹിസ്സലാം മുതൽ അവസാനത്തെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ദീർഘമായ കാലയളവിൽ മനുഷ്യ സമൂഹത്തിന് പല ഘട്ടങ്ങളിലായിട്ട് മാർഗദർശനം നൽകുന്നതിന് വേണ്ടി വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ അവതരിപ്പിച്ച ജനങ്ങളുടെ മുന്നിൽ വെച്ച ദൈവിക ദൃഷ്ടാന്തങ്ങളും മാർഗദർശന തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള വിശദീകരണങ്ങളും ഒക്കെ തന്നെ ഇത് വളരെ സംക്ഷിപ്തമായി സമഗ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണല്ലോ വിശുദ്ധ ഖുർആനിൽ അവരെ കേൾപ്പിക്കുകയുണ്ടായിട്ടുള്ളത് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇതിനേക്കാളേറെ അവർക്ക് കാര്യങ്ങളിൽ ബോധ്യമുണ്ടാക്കുന്ന വിധത്തിൽ വേറെ എന്ത് ദൃഷ്ടാന്തമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്? പൂർവിക സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ മുഖേന അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള
ദൈവിക ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്ന മാർഗദർശക തത്വങ്ങളുടെയും വിശദീകരണങ്ങളുടെയും ഒക്കെ സാരാംശം അവർക്ക് ഇപ്പോ അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലേ? അത് തന്നെ ധാരാളം മതിയായ അവർക്ക് അവർ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ബോധ്യപ്പെടുത്തലിന് ഏറ്റവും മതിയായ ദൃഷ്ടാന്തങ്ങളല്ലേ എന്നാണ് അള്ളാഹുവിടെ ചോദിക്കുന്നത്. ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്നു. 40 വയസ്സ് വരെ, നുബുവത്ത് ലഭിക്കുന്നത് വരെയുള്ള കാലയളവിൽ അദ്ദേഹം യാതൊരു വിധത്തിലുള്ള സർഗാത്മക രചനാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല. കവിത അവതരിപ്പിക്കുകയുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എഴുത്തും വായനയും നിർവഹിച്ചിട്ടില്ല. ഇങ്ങനെയൊന്നും ചെയ്യാത്തൊരു വ്യക്തി മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ദൈവിക മാർഗദർശനങ്ങളുടെ ഒരു സംഗ്രഹം ഈ വേദഗ്രന്ഥത്തില് ഇവരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലക്കൊള്ളുന്നത് യാതൊരുവിധ കലർപ്പുമില്ലാത്ത സത്യത്തിനു വേണ്ടിയാണ് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയല്ലേ എന്നാണ് അള്ളാഹു പരോക്ഷമായിട്ട് അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവലം തഅ്തിഹിം, അവർക്ക് വന്നു കിട്ടിയിട്ടില്ലേ, ബയ്യിനത്തു മാഫി സുഹഫിൽ ഊല, പൂർവിക വേദങ്ങളിൽ, പൂർവിക ദൈവിക ഗ്രന്ഥങ്ങളിൽ, ഏടുകളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്ന ബയ്യിനത്ത് അവർക്ക് ഇതിനകം ഖുർആനിലൂടെ ലഭ്യമായിട്ടില്ലേ എന്നാണ് അള്ളാഹുവിടെ ചോദിക്കുന്ന ചോദ്യം. മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ശ്രദ്ധേയമായ ചരിത്ര പാഠങ്ങൾ ഈ സൂറത്തിൽ തന്നെ, സൂറത്ത് ത്വാഹയിൽ തന്നെ നമ്മൾ വിശദമായിട്ട് കാണുകയുണ്ടായി. പിന്നിട്ട സൂറകളിൽ പലതിലും ഇതേ വിധത്തിലുള്ള പൂർവിക വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ടതോ പൂർവിക വേദങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതോ ആയ വളരെ സുപ്രധാനമായ പല ബയ്യിനത്തുകളും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. മക്കയിലെ ആളുകൾക്ക് ഒരിക്കലും തന്നെ സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് മുഹമ്മദ് എന്ന വ്യക്തിക്ക് സ്വന്തം നിലക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നത്. അവർക്കാർക്കും അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല. അത് സാധ്യമല്ല എന്നത് അവർക്ക് ബോധ്യമുള്ള കാര്യവുമാണ്. പിന്നിട്ട സമൂഹങ്ങളുടെ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ദൈവിക മാർഗദർശനത്തിൽ അടങ്ങിയിട്ടുള്ള സുപ്രധാനമായ പല വെളിപ്പെടുത്തലുകളും സംഗ്രഹിച്ച് സമഗ്രമായി വസ്തുതകളോട് യാതൊരു വിധത്തിലുള്ള ഇടച്ചിലുമില്ലാതെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിക്കുന്നു എന്നത് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നടത്തുന്ന അവകാശവാദത്തിനുള്ള പിൻബലമാണ് എന്നതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത, അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് 40 വയസ്സ് പിന്നിടുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ചരിത്രപരമായ വസ്തുതകളെ ഓർത്തിണക്കിക്കൊണ്ട് പൂർവിക വേദങ്ങളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്ന ആശയങ്ങളുടെ ഒരു സാരാംശം ഉൾക്കൊള്ളുന്ന വിധത്തില് കാര്യങ്ങൾ ഇത്രയും സമഗ്രമായി അവതരിപ്പിക്കാൻ സ്വന്തം നിലക്ക് സാധിക്കുക എന്നത് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരാൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത, നിരക്ഷരനായി കഴിഞ്ഞ ഒരാള് 40 വയസ്സ് പിന്നിടുന്ന ഘട്ടത്തില് ചരിത്രത്തിന്റെ പിന്നിട്ട കാലങ്ങളിലേക്കൊക്കെ
തിരിച്ചു നടന്നുകൊണ്ട് ആ ഘട്ടങ്ങളിലൊക്കെ മനുഷ്യർക്ക് നൽകപ്പെട്ടിരുന്ന മാർഗദർശനത്തിന്റെ കാതലായ ആശയം ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു വെളിപ്പാട് അവതരിപ്പിക്കുക എന്നത്, അല്ലെങ്കിൽ ഒരു രചന മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുക എന്നത് നിരക്ഷരതയിൽ കഴിയുന്ന ഒരാൾക്കും ആലോചിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. അക്ഷരാഭ്യാസമുള്ള ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് പോലും സാധിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയില് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിർവഹിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സംഗതിയാണ്. എന്നിട്ടും അവർ ചോദിക്കുകയാണ്, ലൗലാ യഅ്തീന ബി ആയത്തിൻ മിർ റബ്ബി, തന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ആയത്ത് എന്തുകൊണ്ടാണ് ഇയാൾ കൊണ്ടുവരാത്തത് എന്ന് ഇവർ ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവലം തഅ്തിഹിം ബയ്യിനതു മാ ഫി സുഹഫിൽ ഊല, പൂർവിക വേദങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ളതിന്റെ സാരാംശമായിക്കൊണ്ടുള്ള ബയ്യിനത്ത് അദ്ദേഹം തീർച്ചയായിട്ടും അവതരിപ്പിക്കുകയുണ്ടായതല്ലേ, അതിവർക്ക് വന്നു കിട്ടിയതാണല്ലോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ ഖുർആന്റെ ആയാത്തുകളിലായിട്ട് അവർക്ക് പൂർവിക വേദങ്ങളുടെ സംഗ്രഹം നൽകപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. പിന്നിട്ട കാലങ്ങളില് മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം നൽകിക്കൊണ്ട് പ്രവാചകന്മാർ അവതരിപ്പിച്ചിട്ടുള്ള വേദങ്ങളുടെ സംഗ്രഹം, സാരാംശം, അതിലെ പ്രാധാന്യമുള്ള ഒരു കാര്യവും വിട്ടുകളയാതെ ഇവിടെ വിശുദ്ധ ഖുർആന്റെ ഭാഗമായിട്ട് ഇതിനകം ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടതാണല്ലോ. മുഹമ്മദ് എന്നൊരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ അത്? ഒരു മരുഭൂവാസിയായ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത, നിരക്ഷരതയിൽ ജീവിതത്തിന്റെ പകുതിയിലേറെ കാലം കഴിച്ചു കൂട്ടിയിട്ടുള്ള ഒരാൾക്ക് ഇത്രയും ഉന്നതമായ ഒരു രചന നിർവഹിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് സാധ്യമാണോ? അതും വളരെ ഗംഭീരമായ ചരിത്രബോധമുള്ള ഒരാൾക്കല്ലാതെ കരഗതമാകാൻ കഴിയാത്ത വിധത്തിലുള്ള ആശയങ്ങൾ വളരെ ആഴത്തില് ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചും യഹൂദ സമൂഹത്തെക്കുറിച്ചും അവർക്ക് മുമ്പുള്ള സമൂഹങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ആശയങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവെങ്കിലും ഉണ്ടാവുക. പക്ഷെ ഇവിടെ നിരക്ഷരനായ ഒരാള്, വിദ്യാഭ്യാസപരമായ യാതൊരു പശ്ചാത്തലവും ഇല്ലാത്ത ഒരാള് വളരെ വിസ്മയകരമായ രീതിയിൽ അത്തരം ആശയങ്ങളുടെ സംഗ്രഹം ഉൾപ്പെടുത്തിയിട്ടുള്ള ആയാത്തുകളാണ് ഇവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇവർ ചോദിക്കുകയാണ്, ഇയാൾ എന്താണ് ഇയാളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ആയാത്തുകളൊന്നും നമുക്കായിട്ട് അവതരിപ്പിക്കാത്തത് എന്ന്. ആവശ്യമുള്ള ബയ്യിനത്തുകളൊക്കെ പൂർവിക വേദങ്ങളിൽ നിന്ന് അതിൽ ഉൾപ്പെടുത്തപ്പെട്ടിരുന്ന ആശയങ്ങള് ഇവിടെ സമഗ്രമായി അള്ളാഹു ഈ ആയാത്തുകളിലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും എന്ത് തെളിവാണ് അവർക്ക് വേണ്ടത്? ഒരു മനുഷ്യന്, അതും സമുന്നതമായ അവസ്ഥയിൽ കഴിയുന്ന വിദ്യാഭ്യാസപരമായ ഉയർന്ന യോഗ്യതയുള്ള ഒരാൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത, സിംഗിൾ ഹാൻഡഡ് ആയിട്ട് ഒരു പുരുഷായുസ് കൊണ്ട് ഒരാൾക്ക് പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയാത്ത അത്രയും ആഴവും വ്യാപ്തിയും സമഗ്രതയുമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ പൂർവിക വേദങ്ങളുടെ അടിസ്ഥാനത്തില് വിശുദ്ധ ഖുർആന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നൽകപ്പെട്ടതിന് ശേഷവും ഇവർ ചോദിക്കുകയാണോ, എന്തുകൊണ്ട് തന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഇയാൾ ഒരു ദൃഷ്ടാന്തവും അവതരിപ്പിക്കുന്നില്ല എന്ന്. ഇനി അങ്ങനെ ഒരു ഗ്രന്ഥം അവതരിപ്പിക്കുകയും എന്നിട്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് താക്കീത് നൽകാൻ വേണ്ടി ഈ ദൂതൻ നിയോഗിക്കപ്പെടുകയും ചെയ്യാതെ തന്നെ അള്ളാഹു ഈ മക്കയിലെയും ചുറ്റുപാടിലെയും ആളുകൾക്കെതിരിൽ
വല്ല ശിക്ഷാ നടപടിയും സ്വീകരിച്ചിരുന്നു എങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഇവരുടെ പ്രതികരണം ഒന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹു ഇപ്പോ ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ മുഖേന ഏറ്റവും പ്രൗഢഗംഭീരമായ ദൈവിക മാർഗദർശനം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. എന്നിട്ടും അവർ ചോദിക്കുന്നത് ഇയാൾ എന്താ തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള ആയാത്തുകളൊന്നും അവതരിപ്പിക്കാത്തത് എന്നതാണ്. എന്നാൽ മറിച്ചായിരുന്നു അള്ളാഹു ചെയ്തിരുന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വലൗ അന്ന അഹ്ലക്നാഹും, നാം നിശ്ചയമായിട്ടും ഇവരെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞിരുന്നുവെങ്കിൽ ബിഅദാബിൻ മിൻ ഖബ്ലിഹി, ഇദ്ദേഹം രംഗത്ത് വരുന്നതിന് മുമ്പായി തന്നെ ഒരു ശിക്ഷ നൽകിക്കൊണ്ട് നാം ഇവരെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞിരുന്നു എന്ന് വെക്കുക. തീർച്ചയായിട്ടും അതിന് അർഹതയുള്ളവരായിരുന്നു മക്കയിലെയും ചുറ്റുപാടിലെയും ഒക്കെ ആളുകൾ. അവരേകനായ റബ്ബിനെ കൈവിട്ട് മറ്റ് പലരെയും ആരാധ്യന്മാരായി കാണുകയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവയെ പൂജിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ അന്ധത തെരഞ്ഞെടുത്ത ആളുകളായിരുന്നു. അത് കാരണമായിട്ട് അവരെ അള്ളാഹു കടുത്ത ശിക്ഷയ്ക്ക് ആക്കിക്കൊണ്ട് അവരെ അങ്ങ് നശിപ്പിച്ചിരുന്നു എന്ന് വെക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നിയോഗിച്ചയക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരെ അങ്ങ് നശിപ്പിച്ചിരുന്നു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ലഖാലു, അങ്ങനെ ഒരു സാഹചര്യം അവരുടെ കൺമുന്നിൽ എത്തുകയാണെങ്കിൽ അവരിങ്ങനെ ആയിരിക്കും പറയുക, റബ്ബന ലൗല അർസൽത ഇലൈന റസൂല, ഞങ്ങളുടെ നാഥ നീ എന്തേ ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു ദൂതനെ അയക്കാതിരുന്നത്? ഫനത്തബിഅ ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങളെ പിൻപറ്റിക്കൊണ്ട് സന്മാർഗം ലഭിച്ചവരായി മാറാൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാകുന്ന വിധത്തിൽ ഒരു ദൂതനെ ഞങ്ങളിലേക്ക് നീ അയക്കാതിരുന്നത് എന്തേ? മിൻ ഖബ്ലി അൻ തദില്ല മിൻ ഖബ്ലി അൻ നദില്ല വനഖ്സ, ഞങ്ങള് ഈ വിധത്തില് അപമാനിതരാവുകയും അതുപോലെ ഈ വിധത്തിൽ നിന്ദിതരാകുകയും ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങളിലേക്ക് ഒരു ദൂതനെ നീ അയക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതാകുമായിരുന്നു അവര് പറയുക. രണ്ട് സാധ്യതകളാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് ഇപ്പോ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രവാചകൻ 40 വർഷത്തോളം നിരക്ഷരനായി ജീവിച്ച ഒരാള് അള്ളാഹു അദ്ദേഹത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ദൈവിക വെളിപ്പാടുകൾ നൽകി പറഞ്ഞയച്ചിരിക്കുകയാണ്. അദ്ദേഹം ജനങ്ങളുടെ മുന്നില് പിന്നിട്ട കാലങ്ങളില് പ്രവാചകന്മാരെ അവതരിപ്പിച്ച മുഴുവൻ ദൈവിക മാർഗദർശനങ്ങളിലും അടങ്ങിയിട്ടുണ്ടായിരുന്ന സന്ദേശത്തിന്റെ സാരാംശം അടങ്ങിയിട്ടുള്ള ഒരു വെളിപ്പാടാണ് ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന, സ്വന്തം നിലക്ക് ഒരു വ്യക്തിക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. പൂർവിക വേദങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരുപാട് വർഷങ്ങള് വളരെ യോഗ്യനായ അഭ്യസ്തവിദ്യനായ ഒരാൾക്ക് തന്നെ ഒരുപാട് വർഷങ്ങൾ എടുക്കും. ഇവിടെ വിദ്യാഭ്യാസമേ ഇല്ലാത്ത ഒരാള്, അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഒരാള് ജീവിതത്തിന്റെ മുഖ്യമായ ഒരു ഭാഗം പിന്നിട്ടതിന് ശേഷം ജനങ്ങളുടെ മുന്നില് പിന്നിട്ട കാലങ്ങളിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളുടെ സാരാംശം അടങ്ങിയിട്ടുള്ള ഒരു മാർഗദർശനമാണ് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു സംഗതി അവരുടെ കൺമുന്നിൽ നടന്നിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമായി പുലർന്നിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ഇവർ ചോദിക്കുക, എന്താണ് ഇയാള് തന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും കൊണ്ടുവരാത്തത് എന്ന്. എന്നാൽ ഇതിന് പകരം അള്ളാഹു മക്കയിലെയും പരിസരത്തെയും ആളുകള് സത്യമാർഗം വിട്ടുപോയ ദുർമാർഗികളായി മാറിയ കൂട്ടരാണ് എന്ന കാരണത്താൽ അവരെ ഒരു ശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു എന്ന് സങ്കല്പിക്കുക. അതാണ് മറ്റൊരു സാധ്യതയുള്ളത്.
അള്ളാഹുവിന്റെ താക്കീതുമായിട്ട് ഒരാളെ പറഞ്ഞയക്കാതെ താക്കീതും സന്തോഷ വാർത്തയുമായിട്ട് ഒരു ദൂതൻ ദൗത്യം നിർവഹിക്കുന്നവനായി അവർക്കിടയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതെ തന്നെ ഈ കൂട്ടരെ അള്ളാഹു വന്ന് ഒരു ശിക്ഷ നൽകി നശിപ്പിച്ചു എന്ന് വെക്കുക. അതാണല്ലോ മറ്റൊരു സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും പറയുക? ആ ഘട്ടത്തിൽ അവര് പറയുന്ന കാര്യം ഇതായിരിക്കും: ലൗല അർസൽത ഇലൈനാ റസൂല, ഞങ്ങളുടെ നാഥ നീ എന്ത് ഞങ്ങൾക്കിടയിലേക്ക് ഒരു ദൂതനെ അയക്കാതിരുന്നത്? ഫനത്തബിഅ ആയാത്തിക, നിന്റെ മാർഗദർശകങ്ങളായിട്ടുള്ള ആയാത്തുകൾ ഞങ്ങൾക്ക് പിൻപറ്റാൻ അവസരമാകുന്ന വിധത്തിൽ ഞങ്ങളുടെ ഇടയിലേക്ക് നീ എന്തേ ഒരു ദൂതനെ അയക്കാതിരുന്നത് എന്നായിരിക്കും അവർ ചോദിക്കുക. മിൻ ഖബ്ലി അൻ നദില്ല വനഹ്സ, ഞങ്ങൾ ഈ വിധത്തിൽ നിന്ദിതരും അപമാനിതരുമാകുന്നതിന് മുമ്പ് നിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നവരായിക്കൊണ്ട് നിന്ദിതരും ഖിസി അനുഭവിക്കുന്നവരും ദുല്ല് അനുഭവിക്കുന്നവരും നിന്ദിതരും അപമാനിതരുമായി മാറുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങളെ പിൻപറ്റിക്കൊണ്ട് സത്യമാർഗത്തിൽ നീങ്ങാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഒരു ദൂതനെ നീ എന്തേ ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കാതിരുന്നത് എന്നായിരിക്കും അവർ ആ സന്ദർഭത്തിൽ പറയുക. അള്ളാഹുവിന്റെ ശിക്ഷ അവരുടെ മേൽ നടപ്പിലാക്കിക്കൊണ്ട് അള്ളാഹു അവരെ അങ്ങ് നശിപ്പിക്കാൻ മുതിർന്നു എന്ന് സങ്കല്പിക്കുക. ആ ശിക്ഷ അവരുടെ കൺമുന്നിലെത്തുമ്പോ ഈ ആളുകളൊക്കെ പറയൽ ഇങ്ങനെയായിരിക്കും. ഇപ്പോ ഏറ്റവും യോജിച്ച ഒരു പ്രവാചകനെ അവരുടെ അടുക്കലേക്ക് അള്ളാഹു നിയോഗിച്ചയച്ചപ്പോ ഇവര് പറയുന്നത്, എന്തേ ഇയാളുടെ അടുക്കല് അല്ലെങ്കിൽ ഇയാള് ഞങ്ങൾക്ക് സ്വീകാര്യമായ ആയാത്തുകളൊന്നും കൊണ്ടുവരാതിരിക്കുന്നത് എന്നതാണ്. ആയാത്തുകള് വരാതിരിക്കുന്നതല്ല പ്രശ്നം. ആയാത്തുകൾ കണ്ണു തുറന്ന് കാണാനും ഹൃദയം തുറന്ന് ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത ആ സമൂഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രശ്നം. ഏതൊരാൾക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ എന്ന വ്യക്തിയെയും അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യവും വിലയിരുത്തിയാൽ കൃത്യമായും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു സാധാരണ മനുഷ്യന് എത്ര തന്നെ കഴിവുകൾ ഉണ്ടെങ്കിലും എത്ര തന്നെ ദൈക്ഷണികമായ സിദ്ധികൾ ഉള്ള ആളായിരുന്നാൽ പോലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരാൾക്കും തന്നെ ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത്. അതിനൊരല്പം സത്യസന്ധത മാത്രമേ വേണ്ടതുള്ളൂ. കാര്യങ്ങളെ വിലയിരുത്താനുള്ള സന്നദ്ധതയും കണ്ണു തുറന്ന് കാണാനുള്ള ഒരുക്കവും ഒക്കെയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. പക്ഷെ ഈ ആളുകൾ എന്നിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇയാൾ എന്താ തന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്കായിട്ട് ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാത്തത് എന്ന്. ഇപ്പൊ റബ്ബിന്റെ അടുക്കൽ നിന്ന് അയാൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ വേദഗ്രന്ഥത്തിൽ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന, അവർ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയാത്തുകൾ പൂർവിക വേദങ്ങളിലെ ആശയങ്ങളുടെ സംഗ്രഹം അതിന്റെ ഏറ്റവും തെളിമയുള്ള രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് അവർ കാണുന്നില്ലേ? ഒരു മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമാണോ അത്? അതും നിരക്ഷരനായ ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമോ? ഇവരൊന്ന് ആലോചിച്ച് നോക്കാത്തത് എന്താണ്? ഇത്രയും കൃത്യതയോടുകൂടിയുള്ള മനുഷ്യനെ ബുദ്ധിപരമായി തൃപ്തി നൽകുന്ന ഒരു കാര്യം അവതരിപ്പിക്കപ്പെട്ടിട്ട് അത് കാണാനോ ഉൾക്കൊള്ളാനോ സന്നദ്ധനാവാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത്, അള്ളാഹു ഇങ്ങനെ ഒരു ദൂതനെ പറഞ്ഞേക്കാതെ ഒരു വേദഗ്രന്ഥവും അവതരിപ്പിക്കാതെ തന്നെ ഇവരർഹിക്കുന്നത് ദൈവികമായ ശിക്ഷയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു ശിക്ഷക്ക് അവരെ വിധേയരാക്കിക്കൊണ്ട് അവരെ അങ്ങ് നശിപ്പിക്കുക എന്നതാണ്. അങ്ങനെ ഒരു കാര്യത്തിന് അള്ളാഹു മുതിരുന്നുവെങ്കിൽ ആ ഘട്ടത്തിൽ അവർ പറയുക ഇങ്ങനെയായിരിക്കും: എന്തേ റബ്ബേ, ഞങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി
ഞങ്ങൾക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നതിന് വേണ്ടി ഒരു ദൂതനെ നീ അയക്കാതിരുന്നത്? അങ്ങനെ ഒരു ദൂതനെ നീ അയച്ചിരുന്നെങ്കിൽ ഈ വിധത്തില് ഞങ്ങള് അപമാനിതരാകുമായിരുന്നോ, ഈ വിധത്തിൽ ഞങ്ങള് നിന്ദിക്കപ്പെടുമായിരുന്നോ എന്നായിരിക്കും അവര് പറയും. കേട്ടാ തോന്നും ഒരു ദൂതൻ കടന്നു വരാത്ത ഒരൊറ്റ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് ഈ ദൂതന്റെ വരവ് കാണുമ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് കൂടി അദ്ദേഹത്തിൽ വിശ്വസിച്ച് ആ മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അള്ളാഹുവിന് സമർപ്പിച്ചവരായി മാറിക്കളയുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അവര് ആ സന്ദർഭത്തിൽ ചോദിക്കുക. ഇതാണ് അള്ളാഹു അവരെ അതിരൂക്ഷമായ ഭാഷയിൽ അതിശക്തമായ ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് അവരെ അള്ളാഹു വിലയിരുത്തുന്ന വിധത്തിൽ സംസാരിക്കുന്നു. അവർക്ക് നേരെ വലിയ ആക്ഷേപം ഉന്നയിക്കുകയും അവരെ അടുത്ത പരിഹാസത്തിന് വിധേയമാക്കുകയും ചെയ്യുകയാണ് അള്ളാഹു. ഇപ്പോ കരഗതമായ ഈ മാർഗദർശനം ഉൾക്കൊള്ളാൻ അവർക്ക് തയ്യാറില്ല. കണ്ണു തുറന്ന് നോക്കാൻ അവർ സന്നദ്ധല്ല. ഹൃദയം തുറന്ന് അതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഒന്നും അവര് കൂട്ടാക്കുന്നില്ല. ഇനി അള്ളാഹുവിന്റെ വല്ല നടപടി ഉണ്ടാകുകയാണെങ്കിൽ അവര് പറയും, ഒരു ദൂതനെ എന്തേ അയക്കാതിരുന്നത്? ആ ദൂതൻ ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഞങ്ങളുടെ ഒരവസ്ഥ കൈവരിക്കാമായിരുന്നതല്ലേ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടല്ലോ. തുടർന്ന് അള്ളാഹു അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഫുൽ പ്രവാചകരെ അവരോട് ഇങ്ങനെ പറയാം, ഫുല്ലും മുത്തറബ്ബിസ്, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോ നിങ്ങളുടെ പട്ടണത്തില് മക്കയില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രതിനിധിയായി കൊണ്ടുവന്ന് ജീവിത മാർഗദർശനം അവതരിപ്പിച്ചിരിക്കുകയാണല്ലോ. ഇതിന് എന്ത് പരിണിതിയാണ്, എന്ത് ആഖിബത്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്ന് അതെന്താവും എന്നിങ്ങനെ കാത്തിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ ഉള്ളത്. ഇതിനേക്കാൾ വലിയ ആകാംക്ഷയോടും ഉത്കണ്ഠയോടും കൂടിയൊക്കെ ഒരു വലിയ ഭൂപ്രദേശത്തെ ആളുകൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഒരു അസാധാരണമായ കാര്യം മക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അള്ളാഹുവിന്റെ ദൂതനാണ് താൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ വന്ന് ഒരു മാർഗദർശനം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതെന്താണ് ആകാൻ പോകുന്നത്? ഇത് വേരോട്ടം നേടുമോ? ഇത് ക്ലച്ച് പിടിക്കുമോ? ഇത് ആളുകൾ സ്വീകരിക്കുകയും ഇത് വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുമോ എന്നൊന്നും അറിയാത്ത, എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വലിയ ആകാംക്ഷയുള്ളവരായിരുന്നു മക്കയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ ആളുകൾ. അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഇതെന്താണ് ആവാൻ പോണത്? മുഹമ്മദ് വിജയിക്കുകയോ? മുഹമ്മദിന് സ്വീകാര്യത ലഭിക്കുമോ? മുഹമ്മദിന്റെ മാർഗദർശനം അഥവാ സത്യമാവാൻ ഇടയുണ്ടോ? അതിന് അംഗീകാരം ലഭിക്കുമോ? നാട്ടില്, സമൂഹത്തില്, ലോക മനുഷ്യ സമൂഹങ്ങൾക്കിടയിൽ ഇത് സ്വാധീനം നേടുമോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങള് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഇവരുടെ ഒക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പുല്ലും മുത്തറബ്ബിസും, എല്ലാവരും ഇതിന്റെ ഔട്ട്കം എന്താകും എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഫതറബ്ബസു, അതുകൊണ്ട് നിങ്ങളും കാത്തിരുന്നു. ഫസതഅലമൂന മൻ അസ്ഹാബു സിറാത്തി സവീ വമൻ ഇഹ്തദാ, വൈകാതെ തന്നെ നിങ്ങൾ ഒരു കാര്യം അറിയാൻ പോകുന്നുണ്ട്. നിങ്ങളും കാത്തിരുന്നു. നിങ്ങൾ മാത്രമല്ല, ചുറ്റുപാടുള്ള സമൂഹങ്ങളൊക്കെയും തന്നെ കാത്തിരിക്കുകയാണ്. നമ്മൾ കണ്ടു കൺമുന്നിൽ 5-10 വർഷത്തിനുള്ളിലായിട്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്ത് വന്ന് 23 വർഷങ്ങൾക്കുള്ളിലായിട്ട് അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിൽ കൺമുന്നിൽ പുലരുന്നത്. കാത്തിരുന്ന ഒരുപാട് ഗോത്രങ്ങളും സമൂഹങ്ങളും അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുക, എന്താ മുഹമ്മദിന്റെ ദൗത്യത്തിന് സംഭവിക്കാൻ പോകുന്നത്? മുഹമ്മദ് ഇവിടെ വേരോട്ടം നേടുമോ? അയാൾ അറബികളെയും അനറബികളെയും ഒക്കെ കയ്യിലെടുക്കുമോ? മനുഷ്യകുലത്തിനുള്ള മാർഗദർശനമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ദർശനം ഇവിടെ വേരോട്ടം നേടുമോ എന്നതൊക്കെ അറിയാൻ വേണ്ടി അറേബ്യയിലെ ഗോത്രങ്ങളും സമൂഹങ്ങളും ഒക്കെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
അറബികളെ പരിചയമുള്ള സമൂഹങ്ങളും ആ വിധത്തിൽ വീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താണ് ആവാൻ പോകുന്നത് എന്നത് നോക്കിക്കണ്ടറിഞ്ഞ് ഒരു തീരുമാനത്തിലേക്ക് വരാം എന്നൊക്കെ കരുതിയവരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ആളുകൾ ഫൗജായിട്ട് വലിയ വലിയ സംഘങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അദ്ദേഹത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ്. കാത്തിരുന്നവരാണ് അവരൊക്കെ. ഇതെന്താകും എന്നറിയാൻ, ഇത് വേരോട്ടം നേടുമോ, വിജയം കൈവരിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരുന്ന പല സമൂഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹുയുടെ മക്കക്കാരോട് പറയുന്നത് കുല്ലും മുത്തറബ്ബിസും, നിങ്ങൾ മാത്രമല്ല എല്ലാവരും കാത്തിരിക്കുകയാണ്. ചുറ്റുപാടുമായിട്ട് പലരും ഉണ്ട്, പല സമൂഹങ്ങളുമുണ്ട്, പല വ്യക്തികളുമുണ്ട്. ഫതറബ്ബസു, നിങ്ങളും കാത്തിരുന്നു. ഫസതഅലമൂൻ, വൈകാതെ തന്നെ നിങ്ങൾ പക്ഷെ അറിയുന്നുണ്ട്, നിങ്ങൾ അറിയും. മൻ അസ്ഹാബു സിറാത്തി സബീൽ, ശരിയായ മാർഗം അവലംബിച്ചത് ആരായിരുന്നു എന്നത് നിങ്ങൾ വൈകാതെ തന്നെ അറിയും. ശരിയായ മാർഗം, ഋജുവായ മാർഗം, നേരായ മാർഗം, സിറാത്തു സബീൽ എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം തന്നെയാണ്. സിറാത്തുൽ മുസ്തഖീമിന് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് സിറാത്തു സബീൽ. ആരാണ് സിറാത്തു സബീല് നിലക്കൊണ്ടിരുന്നത് എന്നത് നിങ്ങൾ വൈകാതെ തന്നെ അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചുകൊണ്ടിരുന്ന ദൗത്യം ഏത് വിധത്തിലാണ് പര്യവസാനിക്കാൻ പോകുന്നത് എന്നത് കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണല്ലോ ഇവർ. അപ്പൊ വൈകാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും ആരാണ് സിറാത്തു സബീൽ നിലക്കൊണ്ടിരുന്നവർ, അതുപോലെ വമൻ ഇഹ്തദ, എന്നിട്ട് ശരിയായ മാർഗം അവലംബിക്കാൻ സാധിച്ചവർ ആരാണ് എന്നതും നിങ്ങൾ വൈകാതെ അറിയും. അപ്പോ സിറാത്തു സബീലിന്റെ ആളുകളായി മാറുകയും ജീവിത മാർഗദർശനം ഉൾക്കൊള്ളുകയും ചെയ്ത് മുന്നോട്ടു പോയവർ ആരാണ് എന്ന കാര്യം നിങ്ങൾക്ക് വൈകാതെ തന്നെ അറിയാൻ പറ്റും. പരോക്ഷമായിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം വിജയത്തിലേക്ക് എത്തും. അപ്പൊ ഇവിടെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആളുകളോടായിട്ട് അള്ളാഹു പറയുകയാണ്, കുൽ പറയുക പ്രവാചകരെ, അവരെ കേൾപ്പിക്കുക, കുല്ലും മുതറബ്ബിസും, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഫതറബ്ബസു, നിങ്ങളും കാത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം മക്കയിലും അറേബ്യയുടെ മിക്ക പ്രദേശങ്ങളിലും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും അത് വളരെ ശ്രദ്ധ പതിയേണ്ട വിധത്തിലുള്ള ഒരു സംഭവമാണ് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മിക്ക ആളുകളും അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതെന്താണ് ആവാൻ പോകുന്നത്, ഇത് വേരോട്ടം നേടുമോ, വിജയം വരിക്കുമോ എന്നതൊക്കെ അറിയാൻ വേണ്ടി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരായിട്ട് നിലകൊള്ളണവർ. മക്കയുടെ പരിസരത്ത് മാത്രമല്ല, വിദൂര ഭാഗങ്ങളിലുള്ള അറബ് പ്രദേശങ്ങളിലെ ആളുകൾ നേരിട്ടും അല്ലാതെയും ഒക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് കാരണമായി അവരുടെയൊക്കെ ശ്രദ്ധയിൽ ഈ കാര്യമുണ്ട്. അവരൊക്കെ തന്നെ എന്താണിത് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നീട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജയിച്ചടക്കുന്നതോടുകൂടി കാര്യങ്ങൾ നിന്ന് വരെ വലിയ സംഘങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സത്യമതത്തിലേക്ക് പ്രവേശിച്ചതായി പ്രഖ്യാപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിധേയത്വം നൽകിക്കൊണ്ട് ബൈഅത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മക്കയിലെയും ആളുകൾ ബഹുഭൂരിപക്ഷവും മക്ക വിജയത്തോടുകൂടി ഇസ്ലാമിന്റെ പാതയിലേക്ക് കടന്നു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിധേയത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ബൈഅത്ത് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ കാണാൻ കഴിയും. അള്ളാഹു പരോക്ഷമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ദൗത്യം തീർച്ചയായിട്ടും വിജയം വരിക്കും, അത് വേരോട്ടം നേടും, അതിനോട് ആളുകൾ സ്വീകരിക്കുന്ന നിലപാട് തീർച്ചയായിട്ടും മാറ്റത്തിന് വിധേയമാകും. അവരൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നവരായി മാറും എന്ന ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, കുല്ലും മുത്തറബ്ബിസുൻ, എല്ലാവരും കാത്തിരിക്കുകയാണ്, ഫതറബ്ബസു, നിങ്ങളും കാത്തിരുന്നോളൂ. മാത്രമല്ല ഫസതഅലമൂന മൻ അസ്ഹാബു സിറാത്തി സബീ, സിറാത്തു സബീന്റെ ആളുകൾ ആരാണ്? സിറാത്തു സബീ എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകൾ, നേരായ മാർഗത്തിന്റെ ആളുകൾ ആരാണ്? വമൻ ഇഹ്തദ, ജീവിതത്തിൽ മാർഗദർശനം ഉൾക്കൊണ്ട ആളുകൾ ആരാണ് എന്നത് വൈകാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇപ്പോ വിഗ്രഹ പൂജയിലും ബഹുദൈവത്വ ആശയങ്ങൾ തലയിലേറ്റിക്കൊണ്ടും ഒക്കെ ജീവിക്കുന്ന മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുപക്ഷത്ത് നിലകൊള്ളുന്ന ആളുകൾ, അവർ ചൂണ്ടിക്കാണിക്കുന്ന ജീവിത മാർഗമാണോ ശരിയായ ജീവിത മാർഗം? അവര് നിലകൊള്ളുന്ന ജീവിത സരണിയാണോ സിറാത്തു സബീ? അവരാണോ സന്മാർഗം സിദ്ധിച്ച ആളുകൾ? അതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്ത് നിലകൊള്ളുന്ന ആളുകളാണോ ശരിയായ മാർഗം അവലംബിക്കുന്നവരും മാർഗദർശനം ഉൾക്കൊള്ളുന്നവരും എന്ന കാര്യം വൈകാതെ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ത്വാഹയിലെ ഏറ്റവും അവസാനത്തിലെ 3 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. 135 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള മക്കയിൽ അവതരിച്ച സൂറത്ത് ത്വാഹയുടെ പഠനം നമ്മൾ ഇന്ന് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ സൂറത്ത് അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് വീണ്ടും വായിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ, അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വീക്ഷണങ്ങളൊക്കെ അവതരിപ്പിക്കാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ അവസരം കണ്ടെത്തണം എന്ന് ഓരോരുത്തരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാസുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.